എന്തായാലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രതിഷേധ ചൂടാറുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചുകയറി റീത്തുവെച്ചു. പത്തനംതിട്ടയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രി പങ്കെടുത്ത സംഘാടക സമിതി യോഗം കോൺഗ്രസ് പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. വസതിയിലേക്ക് ഇരച്ചുകയറി റീത്തുവെച്ച സംഭവത്തെ മന്ത്രി വീണ ജോർജ് രൂക്ഷമായി വിമർശിച്ചു. എന്തിനാണ് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തുന്നത്? ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തീരുമാനിച്ചു. അതിൻ്റെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആര് തെറ്റ് ചെയ്താലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് സർക്കാർ സംവിധാനത്തിൽ അതിന് സംവിധാനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ആ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഇത് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. വി ഡി സതീശൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. ഇന്ന് രാവിലെയായിരുന്നു പോലീസിനെ ഞെട്ടിച്ച ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാരെ തടയാൻ 3 പോലീസുകാർ മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. പോലീസിനെ തള്ളിമാറ്റി ഗേറ്റ് തള്ളിത്തുറന്ന സമരക്കാർ മന്ത്രിയുടെ വീട്ടിലെ വാതിൽപ്പടിയിൽ റീത്തുവെക്കുകയും ചെയ്തു. തുടർന്ന് നാടകീയ സംഭവങ്ങൾക്കാണ് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത്. സമരക്കാരെ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ജിബിൻ JB, ഷിജോ കുര്യൻ എന്നിവർ വിവരങ്ങൾ വച്ചിരുന്നു. ജിബിനിലേക്ക് ആദ്യം. ജിബിൻ, അത് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ വീണ ജോർജ് പറയുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇത് കമ്മീഷണർ ഓഫീസ്, പോലീസ് കമ്മീഷണർ ഓഫീസിനടുത്താണ് മന്ത്രിയുടെ വസതി. അവിടെ ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യം ഇന്നലെ തന്നെ കൃത്യമായ സൂചനയുണ്ടായിരുന്നു. ഉറപ്പായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ ഇതിനോടകം ഉണ്ടാകും. അങ്ങനെ റിപ്പോർട്ടില്ലെങ്കിൽ ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കാര്യക്ഷമതയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. ജിബിൻ, തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രം അകലെയാണ് ഈ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് കൂടി അവിടെ ഒരു മുൻകരുതലായി പോലും പോലീസിന് വിന്യസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം 7:30 കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയൊരു പ്രതിഷേധമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ആ പ്രതിഷേധം അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അതിനെ നേരിടാനുണ്ടായിരുന്നത് ഹോംഗാർഡ് ഉൾപ്പെടെ വെറും 3 പേർ മാത്രമാണ്. അവിടേക്ക് എത്തിയ പ്രവർത്തകർ ആദ്യം തന്നെ ഈ ഗേറ്റ് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് ചെയ്തത്. ഗേറ്റിന്റെ പൂട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കണ്ടതാണ്. ഗേറ്റിന്റെ പൂർത്ത് പൂർണ്ണമായി പൊളിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അകത്തേക്ക് കയറി നേരത്തെ പറഞ്ഞതുപോലെ ഈ വാതിൽപ്പടിയിൽ റീത്തും വെച്ച ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സ്വമേധയാ അവർ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ഗേറ്റിന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ ആ അകത്ത് കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്തിറക്കാൻ പോലും ആ സമയത്ത് പോലും അവിടെ പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം 50 മീറ്റർ മാത്രം അകലെയാണ് ഈ കമ്മീഷണർ ഓഫീസ്. ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ടും ഔദ്യോഗിക വസതിയുടെ അകത്തേക്ക് പ്രതിഷേധക്കാർ കയറിയിട്ട് പോലും തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസ് പോലും ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയൊരു സുരക്ഷാ വീഴ്ച എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല 7:30 കൂടി പ്രതിഷേധം എത്തുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഏകദേശം 15 മിനിറ്റോളം അവിടെ ഉണ്ടായിരുന്നത് ഈ 3 ഹോംഗാർഡ് ഉൾപ്പെടെയുള്ള പോലീസുകാരും ഈ പ്രതിഷേധക്കാരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തി ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം പോലും ഇല്ലായിരുന്നു അവിടെ എത്തിയ പോലീസ് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി നേരിട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമൻ ഷജീറും കന്റോൺമെന്റ് SHO ഉൾപ്പെടെയുള്ളവർ നേരിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ്. പിന്നീടാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഓരോ പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. പക്ഷേ ഈ വാഹനത്തിൽ കയറിയ പ്രതിഷേധക്കാരെ പോലും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ബലം പ്രയോഗിച്ച് വലിച്ചിറക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഈ ബസ് മുന്നോട്ടേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന ഓരോ ഘട്ടത്തിലും പ്രതിഷേധക്കാർ റോഡിൽ കിടന്നുകൊണ്ട് പോലും പ്രതിഷേധിക്കുന്ന സാഹചര്യം. അതായത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഈ പ്രശ്നത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ കനത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഔദ്യോഗിക വസതിയിലേക്കും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കൃത്യമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് പോലും ഈ പ്രതിഷേധക്കാരെ നേരിടാൻ മാത്രമല്ല മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ പോലും അവിടെ പോലീസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മന്ത്രി ഭാഗ്യം കൊണ്ട് മാത്രമാണ്. സാധാരണ ഇതിൽ ഈ സമയത്ത് മന്ത്രി 7:30 മണി എന്ന് പറയുന്ന സമയത്ത് മന്ത്രി അവിടെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ പത്തനംതിട്ടയിലുള്ള ഔദ്യോഗിക പരിപാടി ഉള്ളത് കൊണ്ടാണ് മന്ത്രി അതിനു മുന്നേ തന്നെ അവിടെ നിന്ന് ഇല്ല എങ്കിൽ മന്ത്രിയുടെ വാഹനം പുറത്തേക്ക് ഇറക്കുന്ന സമയത്താണ് ഈ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായതെങ്കിൽ മന്ത്രിയുടെ വാഹനം പോലും പൊതുനിരത്തിൽ തടങ്ങിക്കൊണ്ട് ഈ പോലീസ് എത്തുന്നവർ ഏകദേശം 15-20ഓളം മിനിറ്റ് മന്ത്രി പോലും റോഡിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു
സംഭവവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ കന്റോൺമെന്റ് പോലീസിനോട് വിശദീകരണം തേടുമെന്നാണ് നിലവിൽ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ഇന്നലെ തന്നെ അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വാർത്താ സമ്മേളനം നടക്കുന്ന ആ വേദിയിലേക്ക് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രക്ഷത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും വാർത്താ സമ്മേളനം നിർത്തിവെക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ തന്നെ പോലീസിന് അറിയാം ഇതെങ്ങനെയാണ് പ്രതിഷേധത്തിന്റെ രീതി എന്നറിയാം. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായി ഞെട്ടിക്കുന്ന ആരോഗ്യ വീഴ്ചകളുടെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടാവുന്നതാണ്. ജനാധിപത്യ നാട്ടിൽ അത്തരം പ്രതിഷേധം ഉണ്ടാവേണ്ടതാണ്. അത് മുൻകൂട്ടി കാണുന്നതിൽ പോലീസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യം ഉറപ്പായും നിൽക്കുന്നു. ഷിജോ കുര്യൻ ചെയ്യുന്നു. ഷിജോ, ആരോഗ്യവകുപ്പ് കാലന്റെ വകുപ്പായി മാറി എന്നൊക്കെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം. അത് ഉറപ്പായും ഒരു രാഷ്ട്രീയ മാർജിൻ മുദ്രാവാക്യം എന്ന് മാറ്റിവെച്ചാൽ തന്നെയും ഒരു ചേച്ചിയുടെ വയലിൽ ഒരു തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ 5 വർഷം മുമ്പുള്ള കത്രിക എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവുന്നതാണ്. ആ പ്രതിഷേധം ഇന്ന് ആരോഗ്യമന്ത്രി വഴിനീളെ നീർക്കുന്നവർ അനുഭവിക്കുകയല്ലേ ഷിജോ? അതെ ഹാഷ്മി, ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കാലം കുറേയായിട്ട് ഏതാണ്ട് അടുത്ത ഒരു വർഷക്കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിക്കെതിരെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിഷേധം തീർക്കുന്നത് നമ്മൾ പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ കൊല്ലം സ്വദേശിയായിട്ടുള്ള വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശിയായ വേണു ഹൃദയാഘാതം മൂലം മരിക്കാനിടയായത് മതിയായ ചികിത്സ കിട്ടാതെ കൃത്യസമയത്ത് ചികിത്സ നൽകാതെ വന്നതോടുകൂടിയാണ്. അത് ആരോഗ്യവകുപ്പിൻ്റെ പരാജയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് തന്നെ ആരോഗ്യമന്ത്രി ചില പ്രതികരണങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ് എന്നുള്ള തരത്തിലുള്ള മന്ത്രി ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ സിസ്റ്റം സിസ്റ്റത്തെ തകരാറിലാക്കിയത് ആരോഗ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശവപ്പെട്ടിയുമായിട്ടൊക്കെ അടക്കം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേരത്തെ മുൻ മാസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ 51 വയസ്സുകാരി ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഉഷയുടെ വയലിൽ കത്രിക കണ്ടതിന് പിന്നാലെ ആരോഗ്യവകുപ്പിനെതിരെ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് തീർക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം തീർക്കുമെന്നുള്ള ആഹ്വാനം ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്ത്രിയോട് ചോദിച്ചിരുന്നു, യൂത്ത് കോൺഗ്രസ് പറയുന്നത് പ്രതിഷേധം ഇത്രയൊന്നും പോരാ, ഇതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധം തീർക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഹ്വാനം എന്ന് മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി പറയുന്നത് യൂത്ത് കോൺഗ്രസിനും വിനാശകാലേ വിപരീത ബുദ്ധിയാണ്. അപ്പോൾ റീത്ത് വെക്കേണ്ടത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലല്ല, ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെയും മേൽ ജനങ്ങൾ റീത്ത് വെക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയുള്ള പ്രതികരണമാണ് മന്ത്രി വീണ ജോർജ് നടത്തുന്നത്. എന്തായാലും പ്രതിഷേധത്തെ ഒരു ജനാധിപത്യ രീതിയിൽ കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധം ഈ രീതിയിലല്ല വേണ്ടത്. എന്തിനാണ് തൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ടത്? തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വന്ന് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ മർദ്ദിക്കേണ്ട, അവരെ ഇതിനകത്ത് കരുവാക്കേണ്ട സാഹചര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ മന്ത്രി ചോദിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം വരും മണിക്കൂറിലടക്കം സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന കാര്യം തീർച്ചയാണ്. അതിനും അപ്പുറത്തേക്ക് മന്ത്രി ഇന്നും നാളെയുമായിട്ട് ജില്ലയിൽ ഉണ്ടാകും. നേരത്തെ മന്ത്രി ഇവിടേക്ക് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. പക്ഷേ വരും മണിക്കൂറിൽ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. കാശ്മീർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.